ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഓണപ്പാട്ട് അത് പഠിക്കാം അല്ലേ? എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കുകളായിരിക്കും. കുറേ ഓണപ്പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ കഴിഞ്ഞ വർഷം നല്ല നല്ല പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം ഇടാൻ ഇത്തിരി വൈകിപ്പോയി. എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ പാട്ടും നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചെറിയ ചെറിയ സംഗതികളായാലും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഒരുപാട് പരിപാടികളുണ്ടാവും ഓണത്തിൻ്റെ അല്ലേ? ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ പഠിച്ചു തീർത്താൽ മതി. തിരക്ക് കൂട്ടി ഒന്നും പഠിക്കണ്ട. ഓരോ വരികൾ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലുള്ള പാട്ടാണ്. ഈ പാട്ട് ഘരേരപ്രിയ രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇത് പാടിയിട്ടുള്ളത് നമ്മുടെ ദാസേട്ടനും അതുപോലെ സുജാത ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ചേർന്ന് അതിമനോഹരമായിട്ട് ആലപിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓരോ വരികളായിട്ട് നോക്കൂ കേട്ടോ. ഞാൻ എന്നിട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സ് സാരി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം പ്രകൃതി ഡിസൈൻസ് ആൻഡ് ജ്വൽസിൻ്റെ ആണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കയറി നോക്കാം. നല്ല അടിപൊളി സെലക്ഷൻസ് ആണ്. ഈ ഒരു മാല കണ്ടോ? ഇത് കുട്ടികൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട്. അതായത് പാവട ബ്ലൗസിലേക്കൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ സാരി വന്നിട്ടുള്ളത് സെറ്റ് സാരിയാണ്. ചെറിയ ലൈൻസ് വന്നിട്ടുണ്ട്. ടിഷ്യൂലാണ് വന്നിട്ടുള്ളത്. ഇതിൽ നെറ്റിപ്പട്ടത്തിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ ഓണം കളറാക്കാം. അപ്പോൾ ആദ്യത്തെ വരി നോക്കിക്കേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി എന്നാണ്. അപ്പം അത് തുടങ്ങുന്നത് താളം ഒരു അടി കഴിഞ്ഞിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോക്കിക്കേ എങ്ങനെയാന്നുള്ളത്. പറനിറയെ കണ്ടോ? പറനിറയെ പറനിറയെ ഇതാണ്. ഇതിൽ ഒരുപാട് സംഗതികളൊന്നുമുള്ള പാട്ടൊന്നുമല്ല. നോർമലായിട്ട് നമുക്കൊക്കെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഒരുപാട് സംഗതികൾ നിറച്ചിട്ടുള്ള പാട്ടാണോ എന്നാൽ ചെറിയ ചെറിയ സംഗതികളുണ്ട്. പക്ഷെ അത് നമുക്ക് പാടിയെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് പാടുക എന്നുള്ളത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി എന്നാണ്. ഫസ്റ്റ് വരിയിൽ തന്നെ വലിയ വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല. അത്രയും ഭംഗിയായിട്ട് അത് പാടിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പറനിറയെ പറനിറയെ എ എന്നുള്ളതൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പറനിറയെ പൊന്നളക്കും പൊന്നളക്കും പൗർണമി പൗർണമി എന്നാണ്. പൗർണമി പൗർണമി എന്നുള്ളത് പൗർണമി എന്നെടുക്കണം. പൗർണമി രാവായി രാവായി എന്ന് പാടണം. ഓക്കെ. ഇനി അടുത്ത വരി. പടിഞ്ഞാറേ പൂപ്പാടം അതുപോലെ തന്നെയാണ് പാടുന്നത്. പടിഞ്ഞാറേ പടിഞ്ഞാറേ എന്നുള്ളത് ഒന്ന് തള്ളി കൊടുക്കണം. പടിഞ്ഞാറേ റേ എന്നുള്ളതാണ് തള്ളി കൊടുക്കേണ്ടത്. പടിഞ്ഞാറേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പടിഞ്ഞാറേ കണ്ടോ? പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി എന്നാണ്. അഴകിൻ പാൽക്കടലായി പാൽക്കടലായി എന്ന് പാടണം കേട്ടോ. അഴകിൻ പാൽക്കടലായി. ക്ലിയർ ആയോ? അപ്പം അത് രണ്ട് വരികൾ ഒരുമിച്ചൊന്ന് പാടിക്കേ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ഇത് തന്നെ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ പാടുന്നത് നോക്കിക്കേ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ എങ്ങനെയാന്നുള്ളത്. പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി രാവായി എന്നാണ് പാടുന്നത്. പിന്നെ രണ്ടാമത്തെ വരിയിൽ പടിഞ്ഞാറേ പൂപ്പാടം അവിടെ പടിഞ്ഞാറേ പൂപ്പാടം എന്നെടുക്കുന്നുണ്ട്. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ പാടിയെന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പാൽക്കടലായി
എന്നും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ രണ്ടാമത് പാടുമ്പോണ്ട്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത വരി നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി എന്നാണ്. അത് ഫീമെയിൽ വേർഷനാണ്. ആദ്യം പാടുന്നത് മെയിൽ വേർഷനാണ്. ഇപ്പോൾ പാടിയത് ഫീമെയിലാണ്. അപ്പം നോക്കൂ, നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി ആണ്. നുരയിടുമലയിൽ, അവിടെ നുരയിടുമലയിൽ എന്ന് മാത്രമേ ഉള്ളൂ, വേറെ സംഗതികളൊന്നുമില്ല അവിടെ. നുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളി അമ്പിളി എന്നാണ്. അമ്പിളി തോണി തോണി എന്നാണ് കേട്ടോ. നുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളി തോണി എന്നാണ്. നെക്സ്റ്റ് ലൈൻ നോക്കിക്കേ, തുഴഞ്ഞു ചെന്നാൽ എന്നാണ്. തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ, തുഴഞ്ഞു ചെന്നാൽ. ടോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, ഇച്ചിരി ശ്രദ്ധിച്ചു പറഞ്ഞേ. തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പ പൂങ്കാവ്. അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അതായത് തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പ പൂങ്കാവ്. അവിടെ എന്നാണ് അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, തുമ്പപ്പൂങ്കാവ്. ആ ചെറിയൊരു കിടുകിടു സംഗതി അതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ എന്നാണ്. അങ്ങനെ 2 പ്രാവശ്യം വരുന്നുണ്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. അതായത് പൂവേ പൊലി കഴിഞ്ഞിട്ടുള്ള പൂവേ എടുക്കുന്നത് പൂവേ എന്നാണ് എടുക്കുന്നത്. ഒന്നാമത്തത് പൂവേ പൊലി, രണ്ടാമത്തത് പൂവേ പൊലി, മൂന്നാമത്തത് പൂവേ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, പൂവേ പൂവേ എന്നാണ്. അങ്ങനെ 2 പ്രാവശ്യം അത് പാടുന്നു. എൻ്റെ കൂടെ ഒന്ന് പാടി നോക്കൂ. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പരനിറയിൽ പൊന്നളക്കും പൗർണമിരാവായി. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നന്നായിട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം മറന്നു പോകരുതേ. അപ്പോൾ ഇനി ആ പല്ലവി ഒന്ന് നമുക്ക് മുഴുവനായിട്ടൊന്ന് പാടി നോക്കാം കേട്ടോ. നോക്കൂ. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളിത്തോണി, നുരയിടുമലയിൽ നമുക്ക് തുഴയാൻ അമ്പിളിത്തോണി. തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. സംഗതി അവിടെ ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പരനിറയിൽ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കിക്കേ. ഏലേലം കിളിയേലോ ഏലേലേലോ എന്നാണ് വരുന്നത്. അവിടെ ഏലേലം എന്നാണ്. ഏലേലം ലേലം
സംഗതി വരുന്നുണ്ട്. ഏലേലം കിളി ഏലോ ഏലോ, ലോ എന്നുള്ളതൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലേലം കിളി ഏലോ എന്നുള്ളത് ആ ഫ്ലോയിൽ കൊണ്ടുവന്നിട്ട് ലോ എന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഏലേലം കിളി ഏലോ ഏലേലേലോ, ഏലേലം കിളി ഏലോ ഏലേലേലോ. അങ്ങനെയാണ് കേട്ടോ. ചെറിയൊരു ലോ, അവിടെ ചെറിയൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം, ഒരു വേവ് അല്ലേ, ലോ, ആ സംഭവമാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അത് തന്നെ നമ്മൾ ഒന്നുകൂടെ പാടുമ്പോൾ ഏലേലം കിളിയേലോ ഏലേലേലോ എന്നാണ് പാടുന്നത്. ഏലേലേലോ ലോ എന്നാണ് രണ്ടാമത് പാടുന്നത്. ഫസ്റ്റ് പാടുന്നത് ഏലേലം കിളിയേലോ ഏലേലേലോ, രണ്ടാമത്തത് ഏലേലം കിളിയേലോ ഏലേലേലോ 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 എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സംഗതികളും കൃത്യമായിട്ട് പഠിക്കുക. അടുത്തത് മെയിൽ വേർഷനാണ് പാടുന്നത്. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളി കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയില്ലേ എന്നാണ്. ആ വരികൾ എങ്ങനെയാ നോക്കിക്കേ, അല്ല അതിനകത്തുള്ള സംഗതികൾ എങ്ങനെയാ നോക്കിക്കേ. കാവിനുള്ളിൽ എന്നാണ്, കാവിനുള്ളിൽ വിളക്കു കൊളുത്തും, അവിടെ ഒരുപാട് സംഗതികളൊന്നും കൊടുത്തിട്ടില്ല. കാവിനുള്ളിൽ എന്ന് പറയണം. വിളക്കു കൊളുത്തും വിളക്കു കൊളുത്തും, ഒന്നുകൂടെ. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം, അവിടെയാണ് കാവളം കാവളം കിളി എന്നെടുക്കണം. കാവളം കിളി കാവളം കാവളം കിളി എന്നാണ് കൊണ്ടുവരേണ്ടത്. അത് കാവളം കിളി എന്നെടുത്തിട്ട് കൊണ്ടുവരണം. ഒന്നുകൂടെ ആ വരി പഠിക്ക്. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളി, എന്നിട്ട് കൈവള കാതില ചാർത്തിയില്ലേ ചാർത്തി ചാർത്തിയില്ലേ ഇല്ലേ എന്നെടുക്കണം. ചാർത്തിയില്ലേ കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തില്ലേ ലേ ലേ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം, ഒന്ന് തള്ളി കൊടുക്കണം. കോടിയുടുത്തില്ലേ എന്നാണ് അവിടെ കോടിയുടുത്തില്ലേ എന്നുള്ളത് ആ ഒരു സംഗതി കൊടുക്കണം കേട്ടോ. പിന്നെ രണ്ടാമത് അത് പാടുമ്പോൾ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും, അതതുപോലെ തന്നെയാണ്. കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ എന്നാണ് അടുത്തത് വരുന്നത്. കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ കോടിയുടുത്തില്ലേ. ക്ലിയർ? ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അവിടെ. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു, ഇത് ഫീമെയിൽ വേർഷനാണ് കേട്ടോ. കൊയ്ത്തു കഴിഞ്ഞൊരു എന്നാണ് വരുന്നത്, കുറച്ച് ടോപ്പിലാണ്. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു എന്നാണ് വരുന്നത്. പാടത്തുള്ളൊരു, ക്ലിയർ ആയോ? ഓരോന്നും അടിച്ചടിച്ച് പാടി കൊടുക്കണം. പാടത്തുള്ളൊരു, കൊയ്ത്തു കഴിഞ്ഞൊരു എങ്ങനെ കൊടുക്കും? ടോപ്പിലാണ്. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ എന്നാ വരുന്നത്. കതിരു പെറുക്കിലേ കതിരു പെറുക്കി എന്നാണ് വരുന്നത്. കതിരു പെറുക്കിലേ നോക്കിക്ക് എങ്ങനെയാന്ന്. കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ എന്നാ വരുന്നത്. പിന്നെ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കൊച്ചോല എന്നാണ് അവിടെ സംഗതി വരുന്നത്.
കൊച്ചോല കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ എന്ന്. കളം മെനഞ്ഞിലേ ലേ എന്ന് വരുന്നുണ്ട് അവിടെ. ലേ എന്നുള്ളത് സംഗതി കൊടുത്തിട്ടുള്ളത്. ലേ ലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ ലേ. അതാണ് സംഗതി വരുന്നത്. ലേ എന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഒരു ഹമ്മിങ് ആണ്. ഇത് നമ്മൾ എല്ലാ ഓണത്തിനും കേൾക്കുന്നതാണ്. ഈ ഒരു ഹമ്മിങ് കേട്ടാൽ അല്ലെങ്കിൽ ഒരു ബീജിയം കേട്ടാൽ അപ്പോൾ നമുക്ക് ഓണാണ് ഓർമ്മ വരിക. അപ്പോൾ ഈ ഒരു പാട്ടിലാണ് ഈ ഒരു ബീജിയം ഉള്ളത് കേട്ടോ. നോക്കിക്കേ എന്താന്നുള്ളത്. ഇതിൻ്റെ ഹമ്മിങ് പാടിത്തരാം. ഓർമ്മല്ലേ? ഇതേ ബീജിയം നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് കേൾക്കാറുണ്ട് അല്ലേ? അതിൻ്റെ ഹമ്മിങ് ആണ് ഇനി വരുന്നത്. എന്നാ വരുന്നത്. ക്ലിയർ? ഒന്നുകൂടെ പാടിക്കേ. എന്നാണ്. ഇനി അത് രണ്ടുകൂടെ കൂട്ടി പാടിക്കേ. എന്നാണ് വരുന്നത്. പിന്നെ എന്നാ വരുന്നത്. എന്നാണ് വരുന്നത് കേട്ടോ. അപ്പം അത് കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി പഠിച്ചോളൂ നിങ്ങൾ. ഇത് കേൾക്കുമ്പോൾ എന്തായാലും ആ ഒരു ഓണത്തിൻ്റെ ഒരു മൂഡ് വരും അല്ലേ? ഈ ഒരു ബീജിയം കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് പഠിക്കൂ കേട്ടോ. ഇനി ഈ പാട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ് ആണ് കേട്ടോ. അത് ലാസ്റ്റ് സ്റ്റാൻസിൽ ആദ്യം പാടുന്നത് ഫീമെയിലാണ്. നോക്കിക്കേ എങ്ങനെയാണ് പാടാന്നുള്ളത്. പൂഞ്ചിപ്പിലൊളിക്കുമൊരാവണിക്കാറ്റേ അല്ലൂഞ്ഞാലാടിയില്ലേ അലസം പാടിയില്ലേ എന്നാണ്. അപ്പോൾ അത് ആദ്യത്തെ വരി നോക്കിക്കുകയും ആഞ്ഞിലിപ്പൂ ചിപ്പിലൊളിക്കും എന്നാണ്. ആഞ്ഞിലിപ്പൂ ചിപ്പിലൊളിക്കും ആഞ്ഞിലിപ്പൂ ചിപ്പിലൊളിക്കും ചിപ്പിലൊളിക്കും എന്നാണ്. ആഞ്ഞിലിപ്പൂ ചിപ്പിലൊളിക്കും ഒരാവണിക്കാറ്റേ ആവണിക്കാറ്റേ എന്നാണ് എടുക്കുന്നത്. ആഞ്ഞിലിപ്പൂ ചിപ്പിലൊളിക്കും ഒരാവണിക്കാറ്റേ. ക്ലിയർ ആയോ? ആഞ്ഞിലിപ്പൂ ചിപ്പിലൊളിക്കും ഒരാവണിക്കാറ്റേ. ക്ലിയർ? അല്ലലൂഞ്ഞ എന്നാണ് എടുക്കുന്നത്. അല്ലലൂഞ്ഞ ലാടിയില്ലേ ലാടി ആടിയില്ലേ അല്ലലൂഞ്ഞാലാടിയില്ലേ അലസം പാടിയില്ലേ അലസം പാടിയില്ലേ എന്നാണ്. ലാടിയില്ലേ അലസം പാടിയില്ലേ ലേ ലേ എന്ന് തള്ളണം അവിടെ കേട്ടോ. ലേ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം അവിടെ. ഓക്കെ. ഇനി അതിൻ്റെ അതേ വരികൾ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാണ് വരുന്നത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ.
പിന്നെ അല്ലലൂഞ്ഞ ലാടിയില്ലേ ലാടി ലാടിയില്ലേ അലസം പാടിയില്ലേ. രണ്ടാമത് പാടുന്ന സമയത്താണ് അല്ലലൂഞ്ഞ ലാടി ലാടിയില്ലേ. ആദ്യം പാടിയത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, അത് രണ്ടും കൂടെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് പഠിക്കണേ. ആടിയില്ലേ അലസം പാടിയില്ലേ. ഓക്കെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അത് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടോ. എങ്ങനെയാ രണ്ടാമത് പാടുമ്പോൾ എങ്ങനെയാ നോക്കിക്കേ. പൂഞ്ചിപ്പിലൊളിക്കുമൊരാവണിക്കാറ്റേ അല്ലലൂഞ്ഞാലാടിയില്ലേ അലസം പാടിയില്ലേ എന്നാണ് കേട്ടോ. ഇനി അടുത്ത വരി നോക്കിക്കേ. അടുത്തത് നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെയാണ് കേട്ടോ, സെയിം ട്യൂൺ തന്നെയാണ്. നക്ഷത്രങ്ങൾ എന്നാണ് വരുന്നത്. അത് മെയിൽ വെർഷനാണ് പാടുന്നത്. നക്ഷത്രങ്ങൾ കിങ്കു കൊടുത്തില്ലേ എന്നാണ് വരുന്നത്. മുകളിൽ നേരത്തെ നമ്മൾ പാടിയത് അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ, എന്നാണ് മുകളിൽ നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്, എന്നാണ് കൊടുത്തത്. അതായത് നക്ഷത്രങ്ങൾ കിങ്കു കൊടുത്തില്ലേ എന്നാണ് ഉള്ളത്. അടുത്ത വരി പൊന്നാരൻ കണ്ടം നടുവാൻ എന്നാണ്. പൊന്നാരൻ പൊന്നാരൻ കണ്ടം നടുവാൻ എന്നാണ്. പൊന്നാരൻ കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയില്ലേ ഞാറ്റടി കെട്ടിയില്ലേ എന്നാണ്. ലേ പൊൻ ഞാറ്റടി കെട്ടിയില്ലേ എന്നാണ്. പൊൻ ഞാറ്റടി കെട്ടിയില്ലേ എന്നാണ് വരുന്നത് അവിടെ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ അതെങ്ങനെയാ പാടുക എന്നുള്ളത്. നക്ഷത്രങ്ങൾ കിങ്കു കൊടുത്തില്ലേ പൊന്നാരൻ കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയില്ലേ പൊന്നാറ്റടി കെട്ടിയില്ലേ എന്നാണ്. അവസാന ഭാഗം നമ്മൾ പല്ലവി ഒന്നുകൂടെ പാടിയതിന് ശേഷം പൂവേപ്പൊലി പാടുന്നുണ്ട്. ആ പൂവേപ്പൊലി പാടുന്ന ഭാഗത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പല്ലവി ഒന്ന് പാടി നോക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. പറനിറയെ പൊന്നിളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പോ പാടും അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ എന്ന് പാടുന്നുണ്ട്. പിന്നെ സോറി, കുറച്ച് ശബ്ദം നടഞ്ഞു പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് എങ്ങനെയാ പാടുന്നത് നോക്കിക്കേ. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് മുഴുവനായിട്ടൊന്ന് പാടിയിടുമോ എന്നുള്ളത്. നമുക്ക് ഈ ചാനലിൽ മുഴുവനായിട്ട് ചില സോങ്സുകൾ ഇടുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാറുണ്ട്. അതുകൊണ്ടാണ് ചില പാട്ടുകൾ നമുക്ക് മുഴുവനായിട്ട് ഇടാൻ പറ്റാത്തത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ചില പാട്ടുകൾ ഇടുന്നുണ്ടല്ലോ, ചില പാട്ടുകൾ എന്താ മുഴുവനായിട്ട് പാടിയിടാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. സോറി, ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുഴുവനായിട്ട് പാടിയിടാത്തത്. ചില പാട്ടുകൾക്ക് പ്രശ്നമില്ല, ചില പാട്ടുകൾ ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് ഈ പാട്ട് നേരെ പോയിട്ട് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് കൂടെ പാടി നോക്കിയാൽ മതി കേട്ടോ. സംഗതികളൊക്കെ ഇതിൽ കേട്ട് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് പാട്ട് നേരെ പോയിട്ട് കേട്ട് പഠിക്കുക കേട്ടോ. ഒരുപാട് തവണ കേട്ട് പഠിക്കണം, ഒരുപാട് തവണ കേൾക്കണം കേട്ടോ പാട്ട്, എന്നിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.